എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ വലിയൊരു ആലയമായിരിക്കും കാണിക്കുക. അവിടേക്ക് ഒരുപാട് ജനങ്ങൾ അങ്ങനെ ക്യൂ ആയിട്ട് വരികയാണ്. ആ ആലയത്തിലാണെങ്കിൽ കറുത്ത കളറിൽ എന്തോ ഒരു സാധനം. അത് വരുന്ന ജനങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് നിൽക്കണോ അതോ നിങ്ങൾക്ക് പോകണോ അതോ നിങ്ങളുടെ ലൈഫ് അത് ദാനം ചെയ്യണോ ചോദിക്കും. അതിന് ഓരോരുത്തരും ലൈഫ് എന്ന് തന്നെ മറുപടി പറയും. അത് കേൾക്കേണ്ട താമസം ആ ബീസ്റ്റ് ആണെങ്കിൽ ഒരു ബോൾ പോലെ അവിടെ ക്യൂ നിൽക്കുന്ന ഓരോരുത്തരുടെ ലൈഫ് അതങ്ങനെ കളക്ട് ചെയ്ത് അതിന്റെ കൂടയിൽ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ആ കാട്ടിലാണെങ്കിൽ ലൂഫി പിടിച്ചുകൊണ്ട് വന്ന നാമിയും ക്യാരറ്റും സാഞ്ചിയും അതെല്ലാം തന്നെ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവറ്റകളെ ഓരോന്നിനെയും ചെക്ക് ചെയ്യും. അവറ്റകളെല്ലാം തന്നെ മറ്റേതോ ഒരു ഭാഷയിലാണ് സംസാരിക്കുക. അതിലൊരു നാമി മാത്രം ദേഷ്യപ്പെട്ട് പറയും, ലൂഫി മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ എന്റെ കയറ് അതഴിക്ക്. ലൂഫി ആണെങ്കിൽ അപ്പൊ തന്നെ കയറഴിക്കും. അടുത്ത നിമിഷം അവൾ ചാടി വന്ന് ലൂഫിയുടെ തലയ്ക്ക് തന്നെ ഒരു ഒറ്റയാട്ടി. അത് ആക്ച്വലി നമ്മുടെ റിയൽ നാമിയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ആ ജയന്റ് മാന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവനോട് ചോദിക്കും, നിനക്കറിയാം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന്, സത്യം പറയും, ഇവിടെ ശരിക്കും എന്തൊക്കെയാ നടക്കണേ. അതിനവനാണെങ്കിൽ മാക്സിമം ഒരു പാവത്തിനെ പോലെ അഭിനയിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ലൂഫി ആണെങ്കിൽ നാമിയോട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അതിന് നാമി പറയും, ഞങ്ങളുടെ മുൻപിലേക്ക് ഒരു മോൺസ്റ്റർ ഫേസ് ഉള്ള ലേഡി വന്നു. അവര് ഞങ്ങളെ അവരുടെ കയ്യിലെ നീണ്ട നഖം അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തൊട്ടടുത്തേക്ക് എത്തി. അവരെ കാണാൻ വളരെ വിയേഡാണ്. അവളെ പോലെ തന്നെ ഞങ്ങളെ ആക്കി മാറ്റാനായിരുന്നു അവരുടെ ശ്രമം. ആ മോൺസ്റ്റർ ലേഡി ആണെങ്കിൽ അവളുടെ നീണ്ട നഖം അതുപയോഗിച്ച് നാമിയുടെ മുഖത്ത് വരയ്ക്കാനായിട്ട് നാമിയുടെ മുഖം അത് പിച്ച് ചീന്താനായിട്ട് അവളുടെ അടുത്തേക്ക് വരും. ആ ഗ്യാപ്പിൽ നാമി അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ മോൺസ്റ്റർ ലേഡി അവളെ പിടിച്ചു വലിച്ച് മുഖത്തേക്ക് കൈ അടുപ്പിക്കും. അവള് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ടീം ക്യാപ്റ്റൻ ലൂഫിയെ കണ്ടോ ചോദിക്കും. അതിന് ആ മോൺസ്റ്റർ ലേഡി അവള് പറയും, ഞാൻ കണ്ടില്ല. അല്പം മുൻപ് അവൻ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഗ്യാപ്പില് നാമി ആ മോൺസ്റ്റർ ലേഡിയെ തട്ടി മാറ്റി ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. മോൺസ്റ്റർ ലേഡി ആണെങ്കിൽ നാമിയുടെ പിന്നാലെ ഓടും. അതിന് നാമി അവളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരൊറ്റയാട്ടി. അതിൽ നിന്ന് പവർ റിലീസായിട്ട് അവൾ തെറിച്ചു പോവാണ്. പക്ഷെ മോൺസ്റ്റർ ലേഡി ആണെങ്കിൽ അപ്പോഴും വിടാൻ തയ്യാറാവാതെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അതിന് ക്യാരറ്റ് അവൾ കൈ ചുരുട്ടി ആ മോൺസ്റ്റർ ലേഡിക്ക് നേരെ ചാടി വരികയാണ്. അവൾ ക്ലോസ് എത്തേണ്ട താമസം ഞൊടിയിടയിൽ ആ മോൺസ്റ്റർ ലേഡി ഒരു മിറർ അവൾക്ക് മുൻപിൽ ക്രിയേറ്റ് ചെയ്യും. ക്യാരറ്റിന്റെ പഞ്ച് അത് കറക്റ്റ് ആയിട്ട് ആ മിററിൽ കൊള്ളുകയാണ്. ആ ബീസ്റ്റ് ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. ബീസ്റ്റ് പറയും, ഇപ്പൊ നീ പഞ്ച് ചെയ്തു, അടുത്തതായിട്ട് പഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവൾ ആ മിററിൽ ഒരു പ്രത്യേകതരം മാജിക് പവർ അത് ഉപയോഗിക്കും. അടുത്ത നിമിഷം ക്യാരറ്റിൻ്റേത് പോലുള്ള ഒരു കൈ പുറത്തേക്ക് വന്ന് ഇപ്പൊ ക്യാരറ്റിനെ പഞ്ച് ചെയ്യാണ്. ആക്ച്വലി ഇവള് മിറർ ഫ്രൂട്ടാണ് കഴിച്ചിട്ടുള്ളത്. സോ ഇവൾക്ക് എന്ത് വേണമെങ്കിലും റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പവറാണ് ഉള്ളത്. ആക്ച്വലി ഇവള് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ലൂഫിയെയും ഡബിളാക്കി മാറ്റിയത്. ക്യാരറ്റിനാണെങ്കിൽ കലി അടങ്ങാതെ വീണ്ടും ഓടി അടുക്കും. അടുത്ത നിമിഷം ബീസ്റ്റ് ലേഡി അവരാണെങ്കിൽ മിറർ അങ്ങനെ ഉയർത്തിപ്പിടിക്കും. ക്യാരറ്റ് അവൾ ചാടി വന്ന് ആ മിററിന്റെ അകത്തേക്ക് പോവാണ്. ഓപ്പറിനും നാമിക്കുവാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവർ ആ മിററിലേക്ക് നോക്കും. അതിന്റെ രണ്ട് കൈകൾ മാത്രമായിരിക്കും അവർക്ക് കാണാൻ കഴിയുക. അവളാണെങ്കിൽ ആ മിററിൽ പഞ്ച് വെച്ച് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ക്യാരറ്റ് അവൾ ആ മിറർ വേൾഡിൽ പെട്ടുപോയെന്ന്. നാമിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ക്യാരറ്റിനെ തിരികെ തരാനായിട്ട് പറയും. ക്യാരറ്റ് ആണെങ്കിൽ ചോപ്പറിന്റെയും നാമിയുടെയും പേര് വിളിച്ച് കരയാണ്. പക്ഷെ അപ്പോഴേക്കും വില്ലെത്തി അവൾ ആ മിറർ വേൾഡ് അത് മൊത്തമായിട്ടും ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൾക്കാരോട് പറയും. നിങ്ങളുടെ എല്ലാ പ്ലാനുകളും ബിഗ് മോം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടേക്ക് വന്നതും നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുവെന്നും നിങ്ങളുടെ വിധി അതെന്താവുമെന്നും ഒക്കെ ബിഗ് മോമിന് അറിയാം. അടുത്ത നിമിഷം ആ സ്ഥലം മുഴുവനായിട്ടും ഡാർക്കായിട്ട് മാറുകയാണ്. ഇവളെയും ഇവിടെയുള്ള ട്രീസിനെയും ചെടികളെയും ഒക്കെ ഇവിടേക്ക് അയച്ചത് ബിഗ് മോമാണ്. ഇവരെ നശിപ്പിച്ചു കളയുക, അല്ലെങ്കിൽ സാഞ്ചിയെ കാണാൻ എത്തിക്കാതിരിക്കുക, ഇതാണ് ഇവർക്ക് കൊടുത്ത ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കേട്ട് പേടിച്ച് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. ആ മോൺസ്റ്റർ ലേഡി ആണെങ്കിൽ അതിനുശേഷം ചോപ്പറിനെയും നാമിയെയും പിടിക്കാനായിട്ട് ആ ട്രീസിനോടും അവിടെയുള്ള ചെടികളോടും പറയും. അടുത്ത നിമിഷം ട്രീസ് എല്ലാം ചേർന്ന് നമ്മുടെ ചോപ്പറിനെ റൗണ്ട് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ചെടികള് അവറ്റകള് നാമിയെ ഓരോ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുകയാണ്. ചോപ്പറിന് മനസ്സിലാവും ഇങ്ങനെ പോയാൽ അവര് 3 പേരെയും ഇവരെല്ലാവരും ചേർന്ന് ലോക്ക് ചെയ്യുമെന്ന്. ചോപ്പറാണെങ്കിൽ നിലവിളിച്ചു പറയും, നാമി നീ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ലൂഫിയെ കണ്ടെത്തി അവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരണം. നാമിക്കാണെങ്കിൽ ക്യാരറ്റിനെയും ചോപ്പറിനെയും ഉപേക്ഷിച്ച് അവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ ഇപ്പൊ അവളുടെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല. സോ ചോപ്പർ പറഞ്ഞതനുസരിച്ച് അവൾ ആ ചെടികളെല്ലാം തട്ടി മാറ്റി അവിടുന്ന് ഉഷാറായിട്ട് ചാടി ഓടും. അതേസമയം ചോപ്പർ നാമി
നാമി പോയ അടുത്ത നിമിഷം റംബിൾ ബോൾ എടുത്ത് കഴിച്ച് അവന്റെ പവറും സൈസും അതൊക്കെ ഇരട്ടിയാക്കി മാറ്റി ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. മോൺസ്റ്റർ ലേഡിക്കാണെങ്കിൽ ചോപ്പറിന്റെ ആ ഒരു രൂപം അത് ഒത്തിരി ഇഷ്ടാവും. അവളാണെങ്കിൽ എങ്ങനെയെങ്കിലും ചോപ്പറിനെ കീഴ്പ്പെടുത്തി അവളുടെ അമ്മയ്ക്ക് ഒരു കാഴ്ചയായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കും. അതേസമയം നാമി അവളാണെങ്കിൽ രാപകലില്ലാതെ ആ കാട് മുഴുവൻ ലൂഫിയുടെ പേര് വിളിച്ച് ഓടി നടക്കുകയാണ്. അതിനിടയിൽ ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ചോപ്പറിനെ കൊണ്ട് പറ്റും പോലെ കുറെ മരങ്ങളെയൊക്കെ അവൻ പ്രിവെന്റ് ചെയ്യും. അവളെ കൊണ്ട് പറ്റും പോലെ അവളും അവറ്റകളോട് ഫൈറ്റ് ചെയ്യുന്നതിനിടയിലാണ് നാമി ലൂഫിയുടെ കയ്യിൽ ചെന്ന് പെടുന്നത്. ലൂഫി ആണെങ്കിൽ ഈ കഥയെല്ലാം കേട്ട് അതിരിക്കട്ടെ ചോപ്പറും ക്യാരറ്റും അവർ രണ്ടുപേരും എവിടെ വെച്ചാണ് കാണാതായത്, അവരവസാനമായിട്ട് നീ കണ്ടത് അത് എവിടെയാണെന്ന് ചോദിക്കും. അതിന് നാമി പറയും ഇവിടെ വെച്ചാണ് അവസാനം ഞാൻ അവരെ കണ്ടത്, പക്ഷെ ഇപ്പൊ അവരെ കാണാനില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് നാമി അവളാണെങ്കിൽ ഇപ്പൊ ജയന്റ് മാനോട് ദേഷ്യപ്പെടും. സത്യം പറയും, നീ എല്ലാ കാര്യങ്ങളും കണ്ടോണ്ടല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? എന്റെ ഫ്രണ്ട്സ് അവർ രണ്ടുപേരും എവിടെ? അവർക്ക് എന്താ സംഭവിച്ചേ? അതിനാ ജയന്റ് മാൻ അവനാണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബിഗ് മോമിനെ കാണിക്കും. അവൾക്ക് ചുറ്റുമുള്ള സ്നാക്സും സ്വീറ്റ്സും എല്ലാം തന്നെ കാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അപ്പോ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടനെ അവൾ അവളുടെ 10ാമത്തെ മകനെ അവിടേക്ക് വിളിച്ചു വരുത്തും. നീ തീർച്ചയായിട്ടും ലൂഫിയെ ഒരു പാഠം പഠിപ്പിക്കണം. നമ്മളോട് കളിച്ച് അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. അവനതിൽ റിഗ്രറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവനെയും ആ കാട്ടിലേക്ക് പറഞ്ഞയക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ നാമിയും ലൂഫിയും അവർ രണ്ടുപേരും ചേർന്ന് ആ ജയന്റിനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീയും അവരുടെ ടീമാണെന്ന്. നിന്റെ അറിവില്ലാതെ അവർ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഇവിടുന്ന് കൊണ്ടുപോവില്ല. അതിനവൻ പറയും സത്യത്തില് ഞാൻ അവരുടെ ടീമൊന്നുമല്ല, പക്ഷേ എനിക്ക് അവരുമായിട്ട് യാതൊരു ശത്രുതയും ഇല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം. അതിനു മുൻപ് എനിക്കൊരല്പം ആപ്പിൾ ജ്യൂസ് വേണം. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കിപ്പോ നിനക്ക് ജ്യൂസും പലഹാരവും തരാനുള്ള സമയമില്ല. എന്നെ നഷ്ടപ്പെട്ടു പോയ ഫ്രണ്ട്സിനെ അവരെ എത്രയും വേഗം കണ്ടെത്തണം. അങ്ങനെ വേറെ വഴിയില്ലാതെ ആ ജയന്റ് പറയും സത്യത്തിൽ നിങ്ങൾ എല്ലാവരിലും ഏറ്റവും പവർഫുള്ള് നീയാണ് ലൂഫി. അതുപോലെ തന്നെ നിന്റെ ഫ്രണ്ട് ചോപ്പർ അവനും നല്ല പവറുണ്ട്. നാമി ഇവിടുന്ന് പോയ അടുത്ത നിമിഷം തന്നെ ചോപ്പർ അവന്റെ സൈസ് അത് വളരെ വലുതാക്കി. അവന്റെ സൈസും അറ്റാക്കിംഗ് പവറൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് പേടിച്ചെങ്കിലും ആ ട്രീസും ചെടികളും അവറ്റകൾ വിടാതെ ചോപ്പറിനെ നാനാ ഭാഗത്തു നിന്ന് ലോക്ക് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി. അവർക്ക് എന്തെങ്കിലും ഒരു മിഷൻ കിട്ടിയാൽ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ അവരവരുടെ ശ്രമം അത് നിർത്താൻ തയ്യാറാവില്ല. സോ അവരുടെ ശ്രമത്തിനൊടുവിൽ അവർക്ക് ചോപ്പറിനെയും ക്യാരറ്റിനെയും കിട്ടി. മാത്രമല്ല ഈ മരങ്ങളും സസ്യങ്ങളും ഇവറ്റകളൊക്കെ എങ്ങനെ സംസാരിക്കുന്നു, മനുഷ്യരെ പോലെ പെരുമാറുന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മറ്റൊരു സംശയം. ആക്ച്വലി ബിഗ് മോമിന് ഒരുപാട് പവറുകളുണ്ട്. അതിലൊന്ന് സോൾ പവറാണ്. അതുപയോഗിച്ച് അവൾക്ക് ആരുടെയും ലൈഫ് സ്പാൻ എടുക്കാനും മറ്റൊന്നിന് ലൈഫ് കൊടുക്കാനും കഴിയും. അങ്ങനെയാണ് ഐലാൻഡിലുള്ളവരുടെ നിശ്ചിത ലൈഫ് സ്പാൻ അവൾ വർഷത്തിൽ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവളുടെ ആൾക്കാർ കളക്ട് ചെയ്തെടുക്കുന്ന ലൈഫ് സ്പാനാണ് ഈ ട്രീസിനും ചെടികൾക്കും ഒക്കെ തന്നെ കൊടുക്കുക. ബിഗ് മോം അവളുടെ സ്വന്തം സോൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആ ബ്ലാക്ക് ബീസ്റ്റുകൾ അവറ്റകളാണ് ഇത് കളക്ട് ചെയ്യുകയും ൾക്കും മരങ്ങൾക്കും വീടുകൾക്കും മൃഗങ്ങൾക്കും എല്ലാം തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ വന്നപ്പോൾ കണ്ട മുതല, നിങ്ങൾ അറ്റാക്ക് ചെയ്ത ആ റാബിറ്റ്, മരങ്ങള്, ചെടികള് ഇതെല്ലാം തന്നെ അവളുടെ പവർ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും സിറോക്സ് അത് ക്രിയേറ്റ് ചെയ്തത് സാക്ഷാൽ ബ്രൂലിയാണ്. ലൂഫിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് അവന്റെ കൺട്രോൾ പോവും. അവന്റെ കണ്ണിൽ പിടിച്ചു വലിച്ച് ഇത്രയും കാര്യങ്ങൾ നിനക്കറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇതൊന്നും പറയാതെ ഞങ്ങളുടെ അടുത്ത് മൂടി വെച്ചു, ഞങ്ങളെ കോമാളി കളിപ്പിച്ചു, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ജയന്റ് മാൻ ആണെങ്കിൽ ലൂഫിയുടെ കാല് പിടിക്കും. സത്യത്തില് എനിക്ക് ഇത്തരത്തിലുള്ള സമാധാനക്കേടുകളൊന്നും കാണാനോ സഹിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും ഇടപെടാത്തത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ബിഗ് മോമിന്റെ ഭർത്താക്കന്മാരിൽ ഒരാള് അത് ഞാനാണ്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർ ഷോക്കാവും. അവരങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴായിരിക്കും ബിഗ് മോമിന്റെ 10ാമത്തെ മകൻ അവൻ അവിടേക്ക് വരിക. അവൻ അവിടേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.